ഞങ്ങളുടെ എല്ലാ അക്കൗണ്ട് സുതാര്യമാണ്. ഞങ്ങൾ ഇങ്ങനെ കള്ളക്കടത്തുകാരുടെയും ഇങ്ങനെ മോശമായിട്ടുള്ള ആളുകളും കൈക്കൂലി ഇത് മറ്റേ ഫണ്ടും സ്വീകരിക്കാറില്ല. ആര് പറഞ്ഞു സമരം നടത്തിയില്ല എന്ന്? ഞങ്ങളാണ് അവിടെ പോയി ഇത് ചെയ്തത്. പിന്നെ നമ്മൾക്കൊരു പരിധിയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, അല്ലേ പറഞ്ഞല്ല. പിന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൃഷ്ണകുമാർ ഇപ്പോൾ ദിവസം 10 ശതമാനമാണ്. ദിവസം ഞാൻ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഒരാവശ്യത്തിന് നിങ്ങളും കൊണ്ട് വന്നാൽ ഞാൻ മറുപടി പറയുന്നല്ലാതെ എനിക്കും ആ ദിവസത്തെ വിഷയം ദിവസം വേണ്ട കാര്യമില്ല. അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയത് കൊണ്ടാണ് ദിവസം നിങ്ങളെ വിളിച്ച് ഓരോന്ന് ഇന്നലെ ഒന്ന് മിനിഞ്ഞാതൊന്ന് ദിവസം 10 ശതമാനം നടക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആരെയും വ്യക്തിപരം ആക്ഷേപിക്കാൻ തയ്യാറല്ല. പക്ഷേ ഒരു പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അതിന് ഡീറ്റെയിൽസ് ഉണ്ടായിട്ട് വേണം ഏത് നേതാവും ഞാൻ പറയുകയാണെങ്കിലും അവർ പറയാൻ വേണ്ടത്. അപ്പം അതല്ലാതെ ആരോ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കണം, ആ ഡീറ്റെയിൽസ് 1 കോടി വന്ന ഡീറ്റെയിൽസ് താങ്കൾ കാണിക്കണം എന്ന് പറയണം. കാരണം അയാളുടെ ഉള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞത്. ദയവ് അത് ചോദിക്കണം. പാലക്കാട് എം.എൽ.എയോ? അയാളുടെ അല്ലല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ അയാൾ സത്യത്തിൽ 18-ാം തീയതി സമരം നടത്തേണ്ടതായിരുന്നു. അയാൾ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചാണ്. വി ഡി സതീശൻ വരാൻ തീരുമാനിച്ചൊക്കെ ആയിരുന്നു. അദ്ദേഹം യാദൃച്ഛ്യമായിട്ട് വെളിയിൽ പോയിട്ട് തിരിച്ചു വരാൻ വൈകിയതുകൊണ്ട് മാത്രം. എല്ലാറ്റിനും അദ്ദേഹം അനുകൂലമാണ്, പാർട്ടി അനുകൂലമാണ്, പാർട്ടി നിലപാട് ഇതിനെതിരാണ്. പോരെ? പിന്നെന്താ, ഒരു സംശയം വേണ്ട, അത് പാർട്ടി നിലപാടാണ്. അതിനകത്ത് ഒരാൾക്ക് വേറെ വെള്ളം ചേർത്തേണ്ട കാര്യം അതിനകത്തില്ല. 8-ാം തീയതി വീണ്ടും വി എം സുധീരൻ വരുന്നുണ്ട്. വി എം സുധീരൻ 8-ാം തീയതി അവിടെ സമരത്തിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളതിന് പിന്നിലുണ്ട്. ഇതൊന്നും മാത്രമല്ലല്ലോ, പാർട്ടി ധാരാളം പരിപാടി, ഇപ്പോൾ ആശാ വർക്കേഴ്സ് പരിപാടി, അങ്ങനെ ഓരോ പരിപാടി നിരന്തരം. 8-ാം തീയതി ഞാൻ നിങ്ങളുടെ നാളേക്ക് പത്രസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എന്താ, 8-ാം തീയതി ഇവിടെ കർഷകരുടെ കലങ്കമത്തി സമരമാണ്. കലങ്കമത്തി പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിങ്ങളൊക്കെ അമ്മമാരും പെങ്ങന്മാരും ഉള്ളതല്ലേ. നമ്മൾ അവസാനിക്കുന്നത് എങ്ങനെയെന്ന് പറയും, ഇല്ലായ്മയുടെ പ്രതീകമായിട്ടുള്ള കലങ്കമത്തി, ഒരു കർഷകൻ്റെ ദയനീയ അവസ്ഥ പ്രതികരിക്കുന്ന ഒരു സമരമാണ് കോട്ടമൈതാനത്ത് നമ്മൾ 5-ാം തീയതി നടന്നത്. കെ സുധാകരനും അതുപോലെ തന്നെ കെ മുരളീധരനും ഉൾപ്പെടെയുള്ള AP അനിൽകുമാറും വന്നിട്ട് സമരം. അപ്പോൾ ഞങ്ങൾ ധാരാളം പരിപാടിയുണ്ട്. എല്ലാത്തിനും വേണ്ടി മാത്രം നിന്നാൽ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ. അല്ല, കോൺഗ്രസ്സിൽ എല്ലാവരും ഉള്ളതാണ് കോൺഗ്രസ്. MLA MP ഉള്ളതാണ് കോൺഗ്രസ് പാർട്ടി. അത് ഇൻഡിവിജ്വലായിട്ട് അവരുടേതായിട്ടുള്ള പ്രോഗ്രാം അവർ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകണം. അത് പാർട്ടി നിയന്ത്രണമില്ല. MP-ക്ക് MPയുടേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും കാളെ കാണേണ്ടതും ആ കാര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ആണ് ഈ പാർട്ടിയിൽ. MLA-ക്കും അങ്ങനെയാണ്. മറ്റു പാർട്ടികളെ പോലെയല്ല. ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ DCC ലെറ്റർ അനുവാദം വേണ്ട. ആരെ വേണമെങ്കിൽ നേരിട്ട് കാണാം, ആര് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സിസ്റ്റം. എല്ലാ ജനപ്രതികളും അങ്ങനെയാണ്. അല്ലാതെ ഞങ്ങളൊരു തീരുമാനിക്കും ഒന്നിച്ച് തന്നെയാണ്. ഞങ്ങളുടെ ഈ നോക്കൂ, ആ 5-ാം തീയതിയിലുള്ള സമ്മേളനത്തിൽ MP ഉണ്ട്, MLA ഉണ്ട്, KPC പ്രസിഡന്റ്, അതേപോലെ മുൻ KPC പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. അത് അപ്പോഴേ അവർക്ക് വരാൻ കഴിയുള്ളൂ. അവർ മറ്റു ധാരാളം കാര്യങ്ങൾ അവരുടെ നിയോജക മണ്ഡലത്തിൽ മരിച്ചതുണ്ടാവും, അതുപോലെ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ കല്യാണങ്ങളുണ്ടാവും. അവിടുത്തെ കാണാൻ പോകുമ്പോൾ അത് പാർട്ടിയുടെ അറിവോടുകൂടിയല്ല, അത് അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ പാർട്ടിയിലുണ്ട്. ഉണ്ടല്ലോ, അവർ പാർട്ടിയുടെ മുതൽക്കൂട്ടല്ലേ, പിന്നെന്താ പാർട്ടിക്ക് ഇല്ലാണ്ട്? പിന്നെന്താ? അത് ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ വില തെളിവിന് തന്നാൽ ഞാൻ അതിൻ്റെ ബാക്കി തരാം. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ മതി. എവിടെയുണ്ട് 1 കോടി വന്നത്? 1 കോടി എവിടെയാണ് കാണിച്ചു തന്നാൽ മതി. അത് പറയൂ, ഞാൻ അവിടെയാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ എല്ലാം ഉണ്ട് ഇല്ലേ, അക്കൗണ്ട്, രേഖയുണ്ട്, തെളിവുണ്ട്. അന്തസ്സായി പറയണു, വെല്ലുവിളിക്കുന്നു. പറ്റുമെങ്കിൽ നാളെ പറ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാളെ പൊതുജീവിതം എൻ്റെ അവസാനിക്കും. ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ്. ഒരു തർക്കം വേണ്ട. വെറുതെ കാടളിച്ചിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ആരോടും പറയണ്ട. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വളരെ ക്ലീൻ ആയിട്ടുള്ള സ്വഭാവമുള്ള ആളാണ്. എല്ലാ രാഷ്ട്രീയക്കാരെ പോലെ എന്നെ പറയണ്ട. എന്ത് ഒറ്റ അക്കൗണ്ട്, പ്രസിഡന്റ് ഓഫ് DCC എന്ന് മാത്രം ഒറ്റ അക്കൗണ്ട്. ജില്ലാ പ്രസിഡന്റ് ഞാൻ പറഞ്ഞുതരാം, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ഒരൊറ്റ അക്കൗണ്ട്. 10 അക്കൗണ്ട് ഇവിടെ ഇല്ല. ഒരേ വല്ലവടി നോക്കി തെളിവ് കൊണ്ടുവരാൻ പറ.